കാരണം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പോലെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ പോലെ മാലിന്യ കൂമ്പാരങ്ങളായ രണ്ട് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ കൂടി നമ്മുടെ നഗരത്തിലുണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു മരണം വേണ്ടി വന്നു ഇത്തരം കാര്യങ്ങൾ പുറത്തറിയാൻ. ഒരുപക്ഷെ ഇനി നടപടി ഉണ്ടായേക്കാം, ഇനി കാര്യമായ നടപടികൾ ഉണ്ടായേക്കാം, ശുചീകരണം തുടങ്ങിയേക്കാം, മാലിന്യ പ്ലാന്റിനെ കുറിച്ച് റെയിൽവേ ആലോചിച്ചേക്കാം. പക്ഷെ അതൊക്കെ എത്രയോ താമസിച്ചാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ അനുഭവിക്കുന്ന നഗരവാസികൾ അനുഭവിച്ചിരുന്ന നിരവധിയായ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുകൂടി ചേർത്ത് വായിക്കണം. പലപ്പോഴും മഴ ഒക്കെ പെയ്യുമ്പോൾ വലിയ രോഗാതുരമാകാറുണ്ട് നമ്മുടെ സംസ്ഥാനം, നമ്മുടെ തലസ്ഥാനം അടക്കം. നിരവധി കേസുകൾ, രോഗവുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഉണ്ടാകാറുണ്ട്, പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാറുണ്ട്. ഇതിലേക്ക് അടിസ്ഥാന കാരണം ഇത്ര വലിയ മാലിന്യ കൂമ്പാരങ്ങൾ കൂടിയാണ് എന്നുകൂടി ചേർത്ത് വെക്കുമ്പോഴാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്നത്. വി അരുണിലേക്ക് ഒന്ന് പോകണം. അരുണുള്ളത് ഇന്നലെ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്താണ്. അവിടെ ശുചീകരണം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അരുണ്, ഈ ഒന്ന് കണ്ണു തുറന്നിട്ടുണ്ടോ ഇനിയെങ്കിലും ബന്ധപ്പെട്ടവർ? ശുചീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടോ കാര്യമായി തന്നെ? വരും ദിവസങ്ങളിലും ഈ അമയിഴഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? രഞ്ജിത്ത്, ഇന്നലെ ഞാൻ നിൽക്കുന്ന ഈ തോടിന്റെ കുറച്ച് അകലെ, അതായത് ഈ മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്ന സ്ഥലത്തിന് കുറച്ചപ്പുറം വെള്ളം കാണുന്ന പ്രദേശമുണ്ട്. അവിടെ വരെയാണ് ജോയിയുടെ മൃതദേഹം ഇന്നലെ ഒഴുകി വന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു മാലിന്യ മല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു വെള്ളമുണ്ടെന്ന് പോലും അറിയാൻ കഴിയാത്ത തരത്തിൽ മാലിന്യങ്ങൾ നിറഞ്ഞു കിടന്നിരുന്നു ഇന്നലെ. ഇന്നും കാര്യമായ മാറ്റം വന്നില്ല. പക്ഷെ ഇന്നിവിടെ നഗരസഭയുടെ ശുചീകരണം നടക്കുകയാണ്. നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ ഇവിടെ എത്തി അവിടെ കിടക്കുന്ന മാലിന്യങ്ങൾ ഈ ഭാഗത്തേക്ക്, ഇപ്പുറത്തൊരു ഭാഗത്തേക്ക് തള്ളി മാറ്റി, വലിയ മുളം തടി കൊണ്ട് തള്ളി മാറ്റി ഇപ്പുറത്തൊരു ഭാഗത്തേക്ക് എത്തിച്ച് അവിടെ ശേഖരിക്കുന്ന നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നമ്മൾ അതിന്റെ ദൃശ്യങ്ങളിലേക്കും പോകാം. അതായത് ഒരു ദിവസം കൊണ്ടൊന്നും തീരുമോ എന്ന് പറയാൻ കഴിയില്ല, അത്രയധികം മാലിന്യങ്ങൾ ഇവിടെ കൂടിക്കിടപ്പുണ്ട്. തൊഴിലാളികൾ 7-8 തൊഴിലാളികൾ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഇവിടെ ഈ ജോലി ചെയ്യുന്നുണ്ട്. എന്നിട്ടും അല്പം പോലും ഇത് ഇപ്പോൾ ഈ മാലിന്യങ്ങൾ ഇവിടെ നിന്ന് നീങ്ങിയെന്ന് തോന്നാത്ത തരത്തിലുള്ള അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. കുറെ മാലിന്യങ്ങൾ ഈ ഭാഗത്തേക്ക് ഒഴുകി പോയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതാണ് കുറച്ചപ്പുറത്ത് ഈ തോടിന്റെ മറുവശത്ത്, ഈ നിൽക്കുന്ന പാലത്തിന്റെ മറുവശത്ത് ശുചീകരണ തൊഴിലാളികൾ ശേഖരിക്കുന്നത്. അവർ ഇവിടെ നിന്ന് കുത്തി ഒഴുക്കി അങ്ങോട്ടേക്ക് വിട്ട ശേഷം അവിടെ ഒരു സ്ഥലത്ത് തടയണ കെട്ടി അവിടെ തടഞ്ഞു വെച്ച് മാലിന്യങ്ങൾ ശേഖരിക്കുകയാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം ചാക്കിലടക്കം ശേഖരിച്ച് മാറ്റിയെടുക്കുകയാണ്. ഓരോ പലതരത്തിലുള്ള മാലിന്യങ്ങളുണ്ട്, എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും ഈ കൂട്ടത്തിലുണ്ട്. അതൊക്കെ വേർതിരിക്കുകയാണ് ഈ കോർപ്പറേഷൻ തിരുവനന്തപുരം നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ. നമുക്കറിയാം എത്രമാത്രം വൃത്തികേടാണ് ഇതിലൂടെ ഈ നാട്ടുകാർ ഒഴുക്കിവിടുന്നത്. അത് ഇങ്ങനെ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് ഈ കൈകൊണ്ട് പെറുക്കി മാറ്റുകയാണ്. ഇവരും മനുഷ്യരാണ്. കുറേ മനുഷ്യർ അവർക്ക് ഉപയോഗിച്ച് വേണ്ടാതാകുന്ന കാര്യങ്ങൾ, അവർക്ക് മാലിന്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ വലിച്ചെറിയുമ്പോൾ അതേപോലെ മനുഷ്യരായുള്ള ആളുകൾ തന്നെയാണ്, അതേപോലെയുള്ള മനുഷ്യർ തന്നെയാണ് വീണ്ടും വന്ന് ഇത് പെറുക്കി മാറ്റാൻ ഈ രീതിയിൽ. നമുക്ക് വീടുകളിൽ മാലിന്യങ്ങൾ നൽകിയാൽ പോലും തരം തിരിച്ചു മാറ്റിയാണ് അവർ കൊണ്ടുപോകാറുള്ളത്. അതുപോലും പലപ്പോഴും പലർക്കും അറപ്പ് തോന്നും, എങ്ങനെയാണ് ഇത്തരം മാലിന്യങ്ങൾ ഇങ്ങനെ പലപ്പോഴും വീടുകളിലെത്തുന്ന നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികളും വീട്ടുകാരുമായൊക്കെ പ്രശ്നമുണ്ടാകുന്നത്. ഇത് മാലിന്യങ്ങൾ വേർതിരിച്ച് നൽകണം, ഇല്ലെങ്കിൽ അവർക്കത് കൈയിട്ട് എടുത്ത് മാറ്റേണ്ടി വരും പറയുമ്പോഴാണ്. അത് മാറ്റാൻ പോലും പല വീട്ടുകാരും തയ്യാറാകില്ല. അതിന്റെ പേരിൽ പല തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു നഗരത്തിന്റെ മുഴുവൻ മാലിന്യങ്ങളും ഇങ്ങനെ കൈകൊണ്ട് ഈ മനുഷ്യർ പറക്കി മാറ്റേണ്ട ഗതികേടുണ്ടാകുന്നത്. ഇത് ഉണ്ടാക്കുന്നതും മനുഷ്യർ തന്നെയാണ് എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബുദ്ധിയും വിവേകവും ഒക്കെ ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന, ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന, വലിയ വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന തലസ്ഥാനവാസികൾ കാണിക്കുന്ന ക്രൂരതയാണ് ഇത്തരം മനുഷ്യർക്ക് ഈ രീതിയിൽ ഇങ്ങനെ നിന്ന് ഇത്രയധികം മാലിന്യങ്ങൾ കൈകൊണ്ട് പിറക്കി മാറ്റേണ്ട അവസ്ഥയുണ്ടാകും, വേർതിരിക്കേണ്ട അവസ്ഥയുണ്ടാകും. വീടുകളിൽ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ നഗരസഭ ഏൽപ്പിക്കുന്ന, അവിടെ മാലിന്യങ്ങൾ ശേഖരിക്കാൻ വരുന്ന ആളുകളെ ആ രീതിയിൽ ഏൽപ്പിച്ചതെങ്കിൽ ഇത്രയധികം ദുരിതം ഈ ശുചീകരണ തൊഴിലാളികൾക്ക് ഉണ്ടാകില്ല. അവരുടെ ശുചീകരണ തൊഴിലാളികൾ തന്നെയാണ്, അവരുടെ ജോലി ഇത് തന്നെയാണ്. പക്ഷേ എങ്കിലും ഇങ്ങനെ അറപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ജോലി ചെയ്യിക്കാൻ അവരെ നിർബന്ധിതമാക്കുന്നത് ഈ തലസ്ഥാനവാസികളാണ്, ഇവിടുത്തെ വ്യാപാരികളാണ്, ഇവിടുത്തെ കച്ചവടക്കാരാണ്, ഇവിടുത്തെ വീടുകളിൽ താമസിക്കുന്നവരാണ്.
ഇത്രയധികം വലിയ ഭാണ്ഡക്കെട്ടുകളിൽ കൊണ്ട് ഇത്തരം മാലിന്യങ്ങൾ തള്ളുമ്പോൾ അത് വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ തോടിൽ വെള്ളം ഒഴുകണമെങ്കിൽ ഇതും കൃത്യമായി മാറ്റേണ്ടി വരും. ഞാൻ നേരത്തെ ഇവിടെ വന്ന തൊഴിലാളിയോട് സംസാരിച്ചു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പും അവർ ഇതേ സ്ഥലത്ത് ഇത്തരത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്തതാണ്. വീണ്ടും മഴയിൽ ഒഴുകി വന്നതാണ്, അല്ലെങ്കിൽ ആരൊക്കെ കൊണ്ട് നിക്ഷേപിക്കുന്നതാണ്. അതാണ് വീണ്ടും ഇവിടെ ഇങ്ങനെ കൂടിക്കിടക്കുന്നത്. ഒരുപക്ഷെ ഈ മാലിന്യ മല ഇല്ലായിരുന്നുവെങ്കിൽ ജോയിയുടെ ശരീരം അദ്ദേഹം വീണ്ടും ഇവിടെ നിന്ന് കുറെ കൂടെ ഒഴുകി പോകുമായിരുന്നു. അത് തടഞ്ഞു നിർത്തത് ഈ മാലിന്യ മലയാണ്. എങ്കിൽ പോലും ഇത് എത്ര നാൾ ഇങ്ങനെ ആഴ്ചകൾ തോറും അവർ ചെയ്യേണ്ടി വരും. പൂർണ്ണമായും ഇത് ആളുകൾ ഒഴിവാക്കില്ല എന്ന് അവർ തന്നെ പറയുന്നു. നേരത്തെയൊക്കെ ഇങ്ങനെ ഇത്ര വലിയ വലിയ മാലിന്യ മലയായി ഈ ഭാഗത്ത് മാറാറുണ്ട്. അത് പുറക്കി മാറ്റുകയാണ് അവർ. ഒരു സ്ഥലത്ത് നിന്ന് കുത്തി ഒലിപ്പിച്ച് മറ്റു ഭാഗത്തേക്ക് മാറ്റി അവിടെ നിന്ന് അത് കളക്ട് ചെയ്യുകയാണ്. അവർക്ക് അങ്ങനെ അത് വെറുതെ ആ കെട്ടുകളാക്കി തന്നെ അവർക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഇത് സംസ്കരിക്കാൻ കൊണ്ടുവന്ന ആളുകൾ അത് എടുക്കില്ല. അവർക്ക് കൃത്യമായി ഇത് മാലിന്യങ്ങൾ, ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും ഒക്കെ ശേഖരിച്ച് വേർതിരിച്ച് നൽകണം. അത് ആ ദുരിത ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രതികരണങ്ങളിലേക്കൊക്കെ പോകാനാകുമോ എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അരുൺ, ഈ വലിയ സംഭവം നടന്നപ്പോൾ ജോയിയുടെ കാണാതാകൽ സംഭവിച്ചപ്പോൾ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് മാലിന്യം നീക്കുന്ന, റോബോട്ടുകളെ ഉപയോഗിച്ച് മാലിന്യം നീക്കുന്ന രീതി നമ്മൾ കണ്ടിരുന്നു. നേരത്തെ നമുക്കറിയാം, നമുക്ക് ഈ മാലിന്യ നീക്കത്തിന് ഇത്തരം തൊഴിലാളികളെ, മനുഷ്യരെ ഉപയോഗിക്കരുത് എന്ന നിയമമൊക്കെ നിലവിലുള്ള ഒരു നാട് കൂടിയാണ് നമ്മുടേത്. റോബോട്ടുകളെ ഉപയോഗിച്ചുള്ള മാലിന്യ നീക്കം ഏതാണ്ട് വിജയകരമായിരുന്നു. 5 ലോഡുകളോളം മാലിന്യം നീക്കിയതൊക്കെ നമ്മൾ വാർത്തകളിൽ വായിച്ചും നേരിട്ടും കണ്ടതാണ്. ഇതിപ്പോൾ ആ ഒരു രീതിയിലേക്ക് ആധുനികമായ അത്തരം സംവിധാനങ്ങളെക്കുറിച്ച് കൂടി ആലോചിക്കാനുള്ള സമയമായില്ലേ? അത്തരം ആലോചനകൾ നടക്കുന്നുണ്ടോ? അതും ഇനി തൊഴിലാളികളെ തന്നെ വെച്ച് ഇത്ര അധികം മാലിന്യങ്ങൾ നീക്കുക എന്നുള്ള വളരെ ഈ പറഞ്ഞതുപോലെ പാടുപെട്ട ഒരു അവസ്ഥ എത്ര പെട്ടെന്ന് നീക്കാമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. മാസങ്ങൾ എടുത്തേക്കാം ഒരു പക്ഷേ ഇത് പൂർണ്ണമായി ശുചീകരിക്കാൻ. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണോ നീക്കം ഇപ്പോഴും? ഈ റോബോട്ടുകളെ ഉപയോഗിച്ചുള്ള രീതിക്കൊക്കെ പരിമിതികളുണ്ട്. അതിനൊക്കെ സമയം ധാരാളം എടുക്കും. നമ്മൾ കണ്ടതാണ് റോബോട്ട് കഴിഞ്ഞ ദിവസം അവിടെ വന്നിട്ട് എത്ര സമയം കൊണ്ടാണ് ചെറിയതെങ്കിലും മാലിന്യം മാറ്റാൻ കഴിഞ്ഞു. ചേട്ടാ, ഇത് എന്തിനും എന്നാ മാറ്റിയേ? ചേട്ടാ, നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇതിനുള്ള വാർത്തയല്ല, ഇത് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നില്ലേ? എന്നാൽ ആളുകൾ കൊണ്ടുവിടുകയാണോ? ആൾക്കാർ കൊണ്ടുവരണ ഇത് കൈകൊണ്ട് എങ്ങനെ ഇത് മാറ്റിയെടുത്ത ആളുകൾ സ്വീകരിക്കണം തോന്നുന്നു അല്ലേ? വേർതിരിച്ചു കൊടുക്കണോ? വേർതിരിച്ചു കൊടുക്കണം. ഇത് എങ്ങനെയാണ് ഇത് ഇങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? പ്ലാസ്റ്റിക് വേറെ ശേഖരിച്ച് വയ്ക്കും. ശേഖരിച്ച് എന്നാലേ അവർ കൊണ്ടുപോകുള്ളൂ അല്ലേ? ശേഖരിച്ച് വെച്ചാലേ കൊണ്ടുപോകുള്ളൂ. ഇതെല്ലാം നല്ല കുപ്പി പുറത്തേക്കാം, പ്ലാസ്റ്റിക് പുറത്തേക്കാം. ഞാൻ എല്ലാം തരം തിരിഞ്ഞ് വയ്ക്കും. തിരിച്ചു വെച്ചാണ് കൊണ്ടുപോകുന്നത്. ഈ ആളുകൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞില്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു അല്ലേ? നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇതല്ലേ ജോലി? ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എന്താ ഇതിനകത്തുണ്ടാവുന്നത്? ഞാൻ ഗുളികളൊക്കെ കഴിക്കുന്നുണ്ട്. എന്തായാലും എത്ര പേരാണ് നഗരസഭയിൽ ഈ ജോലി ചെയ്യുന്ന ആളുകളുള്ളത്? ഇവിടെ ഒരുപാട് പേരുണ്ട്. 100-100 പേരിനകത്തുണ്ട്. എല്ലാ ദിവസവും ഈ ജോലി ചെയ്യും? അവധിയൊന്നുമില്ല അല്ലേ? അവധിയുണ്ട്. എങ്ങനെ നിങ്ങളെ ഒരു ദിവസം നിങ്ങൾ ഇന്ന് ജോലി ചെയ്യാൻ നാളെ ചെയ്യേണ്ടി വരുമോ? ഈ അവധി ദിവസം പിന്നെ പ്രത്യേക ഇതെടുക്കാം. ഇതിവിടെ മാത്രമല്ല, നിങ്ങൾ ഈ ഏരിയ എല്ലായിടത്തും ഇങ്ങനെ കാണല്ലേ? എല്ലാ ആളും വലിച്ചെറിയല്ലേ ഇത്? എല്ലായിടവും വലിച്ചെറിയാം. എല്ലായിടവും അങ്ങനെയില്ല. രഞ്ജിത്ത്, ഇത് തന്നെയാണ് അവസ്ഥ. അവർ ഈ രീതിയിൽ മാലിന്യങ്ങൾ വേർതിരിച്ച് നൽകിയാൽ മാത്രമേ അവർ അവരുടെ ഏജൻസി, അല്ലെങ്കിൽ മാലിന്യം ശേഖരിക്കാൻ വരുന്ന ഏജൻസി ഇത് കൊണ്ടുപോവുകയുള്ളൂ. അല്ലെങ്കിൽ അത് അവർ ഉപേക്ഷിച്ചിട്ട് പോകും. അത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും. നമുക്കറിയാം, ഇവിടെ ദൃശ്യങ്ങളിൽ കാണാനാകും ആഹാര അവശിഷ്ടങ്ങൾ മുതൽ എല്ലാ തരത്തിലുള്ള അവശിഷ്ടങ്ങളും ഈ കവറുകളിലാക്കി പിന്നീട് അത് വലിയ കെട്ടുകളിലാക്കി, ചാക്കുകളിലാക്കി ഇവിടെ കൊണ്ട് തള്ളുകയാണ്. ആ മാലിന്യങ്ങളാണ് ഈ മനുഷ്യർ ഇവിടെ നിന്നിങ്ങനെ എടുത്ത് മാറ്റേണ്ടി വരുന്നത്. വല്ലാത്ത ഗതികെട്ട കാഴ്ച തന്നെയാണ്. നമുക്ക് സ്വാഭാവികമായും നമുക്ക് വീട്ടിൽ മാലിന്യം ഉണ്ടാകുമ്പോഴും നമ്മളത് കെട്ടി മാറ്റി വെക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇത് എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം പലരും ശ്രദ്ധിക്കാറില്ല, ചിന്തിക്കാറില്ല. ഇത്തരത്തിലുള്ള മനുഷ്യർ തന്നെയാണ് ഇപ്പോഴും ഈ കാലത്തും ഈ മാലിന്യങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് മാറ്റേണ്ടി വരുന്നത്. അവരാണ് ഈ നമ്മുടെ നഗരത്തെ ഒരു പരിധിവരെയെങ്കിലും ശുചിയായി കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ അവർ തന്നെയാണ് നമ്മുടെ നഗരത്തെ ഒരു പരിധിവരെയെങ്കിലും വലിയ രോഗങ്ങളിൽ നിന്ന് രോഗം ഉണ്ടാകാതെ നോക്കുന്നത്. ആ മനുഷ്യർക്കാണ് ഇത്തരത്തിലുള്ള അധിക പണി, അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള ജോലി ഈ നഗരവാസികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ശുചീകരണ തൊഴിലാളികൾ ഈ മാലിന്യങ്ങൾ വേർതിരിക്കുകയാണ്. അവിടെ ഈ ജോയിയുടെ മൃതദേഹം കണ്ട പ്രദേശമാണിത്. ഇതാണ് മനസ്സിലാകുന്നത്. ഇത് നമ്മുടെ ഈ തകരപ്പറമ്പ് റോഡിലാണ്. അവിടെ
ആണ് കഴിഞ്ഞ ദിവസം ജോയിയുടെ മൃതദേഹം 3-ാം ദിവസം പൊങ്ങിയത്. അവിടെ കൂടുന്ന തൊഴിലാളികൾ തന്നെയാണ് മൃതദേഹം ഇങ്ങനെ ഒഴുകി നടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടതും അവർ റിപ്പോർട്ട് ചെയ്യുകയും ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തത്. ഇപ്പോൾ അവിടെ ശുചീകരിക്കുന്ന കാഴ്ചയാണ്. ഇതൊക്കെ നമുക്കറിയാം, നഗരവാസികൾ കൊണ്ട് തള്ളുന്ന മാലിന്യങ്ങളാണ്. പല ആളുകളും ലോറികളിലും സ്കൂട്ടറുകളിലും കാറുകളിലും മറ്റും ഇവിടെ കൊണ്ട് തള്ളുന്ന മാലിന്യങ്ങളാണ്. മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന മാലിന്യങ്ങളാണ്. ഇതാണ് ഈ തൊഴിലാളികൾ അവരുടെ ജീവനോപാധിയാണിത്. ഇത് മാറ്റുക, അത് പലതരത്തിൽ തിരിക്കുക, പ്ലാസ്റ്റിക് അടക്കം ഉള്ള മാലിന്യങ്ങൾ തരം തിരിച്ച് ഇത് ക്ലീൻ കേരള മിഷനിലും മറ്റും കൈമാറുക എന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ശ്രമകരമായ, മറ്റുള്ളവർ നിരവധി ആളുകൾ ചെയ്യാൻ മടിക്കുന്ന ഒരു ജോലി കൂടിയാണിത്. ദൃശ്യങ്ങൾ കാണുന്നത് കൈകൾ കൊണ്ട് തന്നെ ഈ മാലിന്യങ്ങൾ തരം തിരിക്കുന്ന തൊഴിലാളികളെയാണ്. അത് എത്ര സമയം മെനക്കെട്ടാൽ, എത്ര സമയം ജോലി ചെയ്താൽ ഈ പ്രവർത്തനം പൂർത്തിയാകും എന്നുള്ളതും നമ്മളൊന്ന് ആലോചിക്കണം. അതിനോടൊപ്പം ഇത്തരം മാലിന്യ നീക്കം ഇപ്പോൾ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും സജീവമായിട്ടുണ്ട് എങ്കിൽ പോലും ഇനിയും ഈ സ്ഥലങ്ങളിൽ ആളുകൾ മാലിന്യങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുക, ഒരവബോധം ഈ വാർത്തകളെ തുടർന്ന് കുറച്ചാളുകൾക്കെങ്കിലും ഉണ്ടായി കാണും. ഇങ്ങനെ ചെയ്യരുത്, ഇത് ചെയ്യുന്ന നാടിനോടുള്ള വലിയൊരു തെറ്റാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ അങ്ങനെ ഇല്ലാത്തവരും ഉണ്ടാകും. സാമൂഹ്യദ്രോഹികളായ നിരവധി ആളുകളും ഇത്തരത്തിൽ ഇനിയും അവരുടെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതിനും സ്ഥിരമായ സംവിധാനം വേണമല്ലോ, അത് നിരീക്ഷിക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെയായി. അതിനെന്തെങ്കിലും പുതിയ ആലോചനകളുണ്ടോ? അത്തരം കാര്യങ്ങളും സ്വാഭാവികമായും ചർച്ചയിൽ വരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ ഒരു യോഗം, തലസ്ഥാനത്തെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ വഹിക്കുന്ന യോഗമാണ്. അതിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ സ്വാഭാവികമായും ഈ വിഷയം നേരത്തെ പലതവണ തലസ്ഥാനത്ത് വെള്ളപ്പൊക്കമൊക്കെ ചർച്ച ചെയ്തെങ്കിലും തലസ്ഥാനത്തിന് പ്രത്യേകമായി ഇത്തരമൊരു മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ വിളിക്കുന്ന യോഗം ഇത് അടുത്തിടെ ഉണ്ടായിട്ടില്ല. ആമേഴഞ്ചാൻ തോടിന്റെ റെയിൽവേ സ്റ്റേഷനിൽ കൂടുന്ന ഭാഗത്ത് മാലിന്യം കുന്നുകൂടിയത് മൂലമുള്ള വിവിധ പ്രശ്നങ്ങളിൽ സ്വീകരിക്കുന്ന നടപടി ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ, പൊതുമരാമത്ത്, തൊഴിൽ, ഭക്ഷ്യ, അതുപോലെ തന്നെ ആരോഗ്യ, ജലവിഭവ മന്ത്രിമാരും MLA-മാരും ഒക്കെ യോഗത്തിൽ പങ്കെടുക്കും. മേയർ പങ്കെടുക്കും. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരും റെയിൽവേ ഡിവിഷണൽ മാനേജറും യോഗത്തിലുണ്ടാകും. ഈ പ്രദേശത്ത് മാലിന്യം കുന്നുകൂടുന്നത് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും തമ്പാനൂർ ഭാഗത്ത് വെള്ളക്കെട്ടുണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ റെയിൽവേ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനാണ് മുഖ്യമന്ത്രി യോഗം വിളിക്കുന്നത്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചർച്ചകൾ ഉണ്ടാകാം. തലസ്ഥാനത്തെ മാലിന്യ പ്രശ്നങ്ങൾ തന്നെ പൊതുവിൽ ചർച്ച ചെയ്യപ്പെട്ടേക്കാം. കാരണം നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ തലസ്ഥാനത്തിന്റെ മാലിന്യ സംസ്കരണത്തിന് ഒരു പ്രത്യേക കേന്ദ്രമുണ്ടായിരുന്നു, വിളപ്പിൽശാല. അത് വലിയ സമരങ്ങൾ, വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്കും ഒക്കെ ഒടുവിൽ അത് പൂട്ടിപ്പോവുകയായിരുന്നു. ഒരുപക്ഷെ തലസ്ഥാനത്ത് മാലിന്യങ്ങൾ അതിനുശേഷം എങ്ങോട്ട് പോകുന്നു? വിളപ്പിൽശാലയ്ക്ക് ശേഷവും തലസ്ഥാനത്ത് ജനസംഖ്യ വർദ്ധിച്ചതല്ലാതെ, തലസ്ഥാനത്ത് താമസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും മാലിന്യങ്ങളും അത്തരത്തിൽ കൂടും. അതിനുശേഷം ഒരുപക്ഷെ നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിലടക്കം മാറ്റം വന്നിട്ടുണ്ട്. ഓൺലൈൻ വഴി ഓർഡർ ചെയ്യുന്ന ഭക്ഷണ ശീലം, ഒരുപക്ഷെ വീടുകളിൽ 3 നേരവും അത്തരം ആഹാരം ഓർഡർ ചെയ്യുന്നവരുണ്ട്. അവിടെയൊക്കെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നത് വലിയ അതിശയമായി നമ്മൾ തന്നെ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇത്രയധികം മാലിന്യങ്ങൾ എവിടെ സംസ്കരിക്കപ്പെടുന്നു? കോർപ്പറേഷന്റെ സംവിധാനങ്ങളുണ്ട്, അത് ഉപയോഗിക്കുന്നവർ, ഉപയോഗിക്കാത്ത നിരവധി ആളുകളുണ്ട്. വീടുകളിൽ കിച്ചൺ ബിൻ അടക്കമുള്ള സംവിധാനങ്ങൾ, ഇതിന്റെ ഉറവിടങ്ങളിൽ തന്നെ മാലിന്യം സംസ്കരിക്കുന്ന സംവിധാനങ്ങളുണ്ട്, അത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതൊക്കെ മതിയായ ഒരു എണ്ണം അല്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഈ നമ്മുടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾക്ക് അനുസരിച്ച് അതിന്റെ സംസ്കരണം നടക്കുന്നില്ല എന്നുള്ളത് വസ്തുതയായിരുന്നു. അത് എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഈ ആമേഴഞ്ചാൻ തോടിന്റെ കൈവഴികളിലും അതുപോലെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിലാക്കിയും ചാക്കുകളിലാക്കിയും വലിച്ചെറിഞ്ഞു പോകുന്ന മാലിന്യങ്ങൾ വിളപ്പിൽശാലയിലേക്ക് പോകേണ്ടതായിരുന്നു. അവിടെ ഒരു സംസ്കരണം കൃത്യമായി നടന്നുകൊണ്ടിരുന്നതായിരുന്നു. അവിടെ നാട്ടുകാരുടെ പ്രക്ഷോഭത്തിനത് അവസാനിച്ചു. അതുതന്നെ സ്വാഭാവികമായും ആ മാലിന്യങ്ങൾ കൂടി ഇപ്പോൾ ഇത്തരത്തിൽ ഈ പലയിടങ്ങളിലും നിക്ഷേപിക്കപ്പെടുന്നുണ്ടാകും. അതുകൊണ്ട് ഇപ്പോഴത്തെ സംവിധാനങ്ങൾ മതിയോ? അതിനും അപ്പുറത്തേക്ക് കൃത്യമായി മാലിന്യ സംസ്കരണത്തിന് തലസ്ഥാനത്തിന് മറ്റു മാർഗങ്ങൾ വേണ്ടേ എന്ന സംശയം ഈ കഴിഞ്ഞ ദിവസം നമുക്ക് മനസ്സിലാകുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 5 ലോഡോളം മാലിന്യങ്ങൾ പുറത്തെത്തിച്ചിരുന്നു ആ ഏരിയയിൽ നിന്ന് തന്നെ, ആ മേഖലയിൽ നിന്ന് തന്നെ. ഇപ്പോൾ കൂടുതലായി മാലിന്യങ്ങൾ ഇവർ വാരുന്നുണ്ട്, തൊഴിലാളികൾ പുറത്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ്. നമുക്കറിയാം, വിളപ്പിൽശാല ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. ഈ തലസ്ഥാന നഗരിയിലെ ഈ മാലിന്യങ്ങൾ കുന്നുകൂടുന്നതിന് പ്രധാന കാരണങ്ങളിലൊന്ന് വിളപ്പിൽശാലയുടെ പ്രശ്നമാണ്. അത് ഇപ്പോൾ ഈ വാരുന്ന മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് ആയാലും മറ്റ് മാലിന്യങ്ങളായാലും ഒക്കെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുമെന്നുള്ളതും വലിയൊരു പ്രതിസന്ധിയല്ലേ? അതിന് പ്രായോഗികമായ ഒരു വശമുണ്ടോ ഇപ്പോൾ?
തീർച്ചയായിട്ടും നഗരസഭ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ തൊഴിലാളികൾ, ശുചീകരണ തൊഴിലാളികൾ ഇത് മാലിന്യങ്ങൾ വേർതിരിച്ചാണ് ശേഖരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ ഒരു കവറിൽ ഒരു വീട്ടിലെ അല്ലെങ്കിൽ ഒരു കച്ചവട സ്ഥാപനത്തിലെ മറ്റ് സ്ഥാപനങ്ങളിലെ മാലിന്യങ്ങൾ ഒറ്റ കവറിൽ കെട്ടിക്കൊണ്ട് കളയുമ്പോൾ അത് ഈ തൊഴിലാളികൾ വേർതിരിക്കാനുള്ള കാരണം അതാണ്. ഇങ്ങനെ കൊണ്ടുപോയാൽ ഒരിടത്തും ചിലത് ജൈവ മാലിന്യങ്ങളായിരിക്കാം, അത് സ്വാഭാവികമായും ആ രീതിയിൽ ഉപയോഗിക്കപ്പെടും. അല്ലാത്തവ സംസ്കരിച്ച് തന്നെ മാറ്റുകയാണ്. അതിനുവേണ്ടി പ്രത്യേക ഏജൻസികളെ തമിഴ്നാട്ടിലേക്കും മറ്റുമാണിത് പൊതുവിൽ കൊണ്ടുപോകുന്നത്. തമിഴ്നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടങ്ങളിലേക്കാണ് ഇത് കൂടുതലായി കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടിയാണ് ഈ വേർതിരിക്കൽ നടക്കുന്നത്. അതിനാണ് ഈ ഹരിതകർമ്മസേനയും നഗരസഭാ ജീവനക്കാരും ഒക്കെ കൃത്യമായി വീടുകളിലെത്തുമ്പോൾ മാലിന്യങ്ങൾ വേർതിരിച്ച് തന്നെ നൽകണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇവർക്ക് അത് പിന്നീട് വേർതിരിക്കേണ്ടി വരും. വേർതിരിക്കാതെ കൊടുത്താൽ ഈ ഏജൻസികൾ അത് സ്വീകരിക്കില്ല. അതിനാണ് ഈ രീതിയിലുള്ള ഈ മാലിന്യങ്ങൾ ഇങ്ങനെ തന്നെ ഈ ബണ്ടിലായി കെട്ടിക്കൊണ്ട് ഇവിടെ തള്ളുന്ന ചാക്കുകളിലും അതുപോലെ തന്നെ ഈ ക്യാരി ബാഗുകളിലും ഒക്കെ കൊണ്ട് തള്ളുന്നവ അഴിച്ചെടുത്ത് അവർ മാറ്റി കൊണ്ടുപോകാൻ കാരണം തന്നെ അതാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടിട്ട് കത്തിക്കാനോ അല്ലെങ്കിൽ കുഴിച്ചുമൂടാനോ ഒക്കെ നേരത്തെ തലസ്ഥാനത്ത് ഇങ്ങനെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ വലിയ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇത് കുഴിച്ചിടാറുണ്ടായിരുന്നു. അത് പിന്നീട് പലപ്പോഴും അടുത്ത മഴയിൽ പൊങ്ങി വരുന്ന വിഷയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. അതിന് പകരം കൃത്യമായി ഇത് വേർതിരിച്ചാണ് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം ചാക്കുകൾ പോലും അവർ കഴുകിയെടുക്കുന്നു, പ്ലാസ്റ്റിക് കവറുകൾ പോലും കഴുകിയെടുത്ത് മാറ്റുന്നു. ഇനിയും ഇത് ശുദ്ധീകരിക്കപ്പെടും. ശുദ്ധീകരിച്ച ശേഷം മാത്രമേ ഏജൻസികൾക്ക് നൽകാനാകൂ. അത്തരത്തിലാണ് ഇതിന്റെ ഒരു പ്രക്രിയ ഇപ്പോൾ നടക്കുന്നത്. അത്ര സംവിധാനങ്ങൾ അത് പൂർണ്ണമായും തലസ്ഥാനത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നായിരിക്കും ഒരുപക്ഷെ മറുപടി. പക്ഷേ അവിടെയും പോരായ്മകളുണ്ടെങ്കിൽ പോലും ഒരു സംവിധാനമുണ്ട്, ഒരു മെക്കാനിസം ഇതിന് ഉണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ നഗരസഭയും സർക്കാരും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനോട് പോലും സഹകരിക്കാൻ വിമുഖത കാണിക്കുന്ന നാട്ടുകാരാണ് ഈ വലിയ അളവിൽ ഈ ദുരിതത്തിന് കാരണക്കാർ. തീർച്ചയായും അതാണ് ഇപ്പോൾ ക്ലീനിംഗ് ജോലികൾ ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യങ്ങൾ അവർ വേർതിരിച്ചുകൊണ്ട് അത് പരമാവധി മാലിന്യങ്ങൾ ശേഖരിച്ച് തോട്ടിലെ ശുദ്ധീകരിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും സമാനമായി തന്നെ കൂടുതൽ ശ്രമങ്ങൾ ഉണ്ടാകും. മുഖ്യമന്ത്രി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അത് ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ സംസ്കരണം, മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് തന്നെയാണ് വിഷയം. ഒരുപക്ഷെ ശക്തമായ നടപടികൾ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാം. വി വിനോദും വി അരുണും തുടരുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ. നമുക്ക് അവരിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് വരണം. ഒരു ചെറിയ